അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നിനു പുറകെ ഒന്നായിട്ട് താരിഫിൻ്റെ വർധനവ് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരു മലയാളി വന്നിച്ച് പറയാണ്, നീ പോയി പണി നോക്കടാ, നിൻ്റെ താരിഫ് ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ടടാ, നിനക്ക് ഞങ്ങൾ മറുപടി തരുന്ന കണ്ടോടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മലയാളി വന്നിട്ടുണ്ട്. ആ മലയാളിയെ കുറിച്ച് ഞാൻ പറയാം. മലയാളി എല്ലാവർക്കും അറിയാം, കിറ്റക് സാബുവാണ്. അത് പറയും മുമ്പ് ഈ സിനു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. പച്ചക്കള്ളമാണ്. അമേരിക്ക താരിഫ് കൂട്ടിയിരിക്കുന്നത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞിട്ട് കിറ്റക്സ് എങ്ങനെയാണ് ട്രംപിന് 8ന്റെ പടി കൊടുത്തത്, അല്ലെങ്കിൽ ട്രംപിൻ്റെ താരിഫ് ആത്മാർത്ഥതയുള്ള സിൻസിയറായിട്ടുള്ള ഒരു വ്യവസായത്തെയും ബാധിക്കില്ല എന്ന് കിറ്റക്സ് നമ്മളെ കാണിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് അതിനുശേഷം പറയാം. ഞാൻ കുറേ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ലിസ്റ്റ് വായിക്കാം. ഒന്ന്, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി നമ്മൾ ശുചീകരിച്ചിട്ട് റിഫൈൻ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ വിൽക്കുന്നുണ്ട്. അമേരിക്ക നമ്മുടെ പക്കൽ നിന്ന് പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങുന്നുണ്ട്. എത്രയാണെന്നറിയോ? 2025 സാമ്പത്തിക വർഷം ഇതുവരെ വാങ്ങിയ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ കണക്കെന്ന് പറയുന്നത് $4.1 ബില്യൺ പെട്രോളിയം പ്രൊഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. എത്രയാണ് നോക്കണം? 6.9. വളരെ കുറഞ്ഞ താരിഫാണ്. അതായത് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സാധനമായതുകൊണ്ട് താരിഫ് കുറവ്. ഇനി ഓർഗാനിക് കെമിക്കൽസ് 2.7 അമേരിക്ക ബില്യൺ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മൾ. അതിന് 54% കൂടുതലാണ്. ഇനി നോക്കൂ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ $9.8 ബില്യൺ അമേരിക്ക മേടിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞ മരുന്നുകൾക്ക് വരെ വലിയ താരിഫ് തന്നെ അല്ല. ഈ ഫാർമസ്യൂട്ടിക്കൽ ഉപകരണങ്ങളുടെ താരിഫ് എത്രയാണെന്നറിയോ? 0 താരിഫില്ല. അവർക്ക് ആവശ്യമാണ്. അതായത് താരിഫിനകത്ത് 2 നയമാണ്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഒന്നുകിൽ താരിഫ് 0 അല്ലെങ്കിൽ നാമമാത്രമാണ്. ഇനി കാർപ്പറ്റ്സ് നമ്മൾ വലിയ താരിഫാണ്. വസ്ത്രങ്ങൾ, അപ്പേരൽ, നെറ്റഡ് ആൻഡ് അപ്പേരൽ വൂവൺ, നെയ്തതും തയ്ച്ചതുമായ വസ്ത്രങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് $2.7 ബില്യൺ ഓരോ വർഷവും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്, അമേരിക്കയ്ക്ക് അയക്കുന്നത്. അതിന് നിറ്റഡ് ഗാർമെൻറ്റ്സിന് അവർ 63.9% താരിഫ് ഏർപ്പെടുത്തി. വളരെ കൂടുതലാണ്. അതായത് 100 രൂപയ്ക്ക് വാങ്ങുന്ന തുണിത്തരങ്ങൾക്ക് ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ഇനി അമേരിക്കയിൽ 163.9%, 63.9% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ 163.9 രൂപയാവും വില. അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, ടെക്സ്റ്റൈൽസിന് വലിയ തകർച്ചയുണ്ടാവും. അമേരിക്കയിൽ വിൽപ്പനയെ ബാധിക്കും. ഇനി നോക്കൂ, ടെക്സ്റ്റൈൽസ് മെയ്ഡപ്സ്, അത് നമ്മൾ $3 ബില്യൺ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിന് 59, അതായത് 63, 60.3, 59 ഇങ്ങനെയാണ് തുണിത്തരങ്ങൾ 3 കാറ്റഗറിയിൽ അമേരിക്ക ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതിനാണ്? ടെക്സ്റ്റൈൽസിന്. മനസ്സിലായോ? ടെക്സ്റ്റൈൽസിന് ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് 3 വെരി ഹൈ ആണ്. പിന്നെ ഡയമണ്ട്സ്, ഗോൾഡ് ആൻഡ് പ്രൊഡക്ട്സ് നമ്മൾ 10 ബില്യൺ കയറ്റുമതി അയക്കുന്നു. 52.1 ആണ്, വെരി ഹൈ ആണ്. സ്റ്റീൽ, അലൂമിനിയം ഞാൻ വിടുകയാണ്. ഇനി നോക്കൂ, സ്മാർട്ട് ഫോൺസ് 10.6 ബില്യൺ നമ്മൾ അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് താരിഫ് 0 അവർക്ക് ആവശ്യമുണ്ടെന്ന് മാത്രമല്ല, ഐഫോൺ പോലെയുള്ള, ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. അതങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ താരിഫ് ഏർപ്പെടുത്തിയാൽ വില കൂടും. അതുകൊണ്ട് 0. പിന്നെ വാഹനങ്ങളുടെ പാർട്സ്, അതിന് 2.6 ആണ് നമ്മൾ കയറ്റുമതി ബില്യൺ അതിന് 26% താരിഫ്. ഇനി പിന്നെയുള്ളത് ഉയർന്ന താരിഫുള്ളത് ഫർണിച്ചർ, ബെഡിങ്, മാട്രസസ്, കിടക്കകൾ, ഫർണിച്ചർ, കട്ടിലുകൾ, കിടക്കകൾ, അത് $1.1 ബില്യൺ നമ്മൾ കയറ്റുമതി അയക്കുന്നുണ്ട്. അതിന് 52.3% ഉയർന്ന താരിഫാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഏതിനാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒന്ന്, തുണിത്തരങ്ങൾക്കാണ്, അല്ലേ? വസ്ത്രവുമായി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും 63%, ആവറേജ് 3 കാറ്റഗറിയിൽ എടുത്ത 60% താരിഫ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വസ്ത്ര വ്യാപാര മേഖലയെ വലിയ വിലക്കയറ്റമുണ്ടാക്കി അമേരിക്കക്കാർ തിരസ്കരിക്കണം. അപ്പോൾ ഇന്ത്യ മികച്ച ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. പക്ഷേ അതിനി അമേരിക്കക്കാർ വാങ്ങണ്ട, വില കൂട്ടും, ഇരട്ടിയോളം, അല്ലെങ്കിൽ 60%, 65% വില കൂടും അമേരിക്കയിൽ ഇനി ചെല്ലുമ്പോൾ. അതിൻ്റെ ഗുണം ആർക്കാണെന്നറിയാവോ? അതിൻ്റെ ഗുണം
ബംഗ്ലാദേശിലാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്ന് ബംഗ്ലാദേശാണ്. ടെക്സ്റ്റൈലിൻ്റെ ഹബ്ബാണ്. അപ്പോൾ ബംഗ്ലാദേശിന് വലിയ തിരിച്ചടി ഉണ്ടായി. അവിടെ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ ഇന്ത്യൻ സീപോർട്ടും എയർപോർട്ട് വഴിയും അയക്കുന്നതിന് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മനസ്സിലായോ? അതെ. അപ്പോൾ അവന് ഈ സാധനം കയറ്റി വയ്ക്കാൻ മാർഗ്ഗമില്ല. വളഞ്ഞ വഴി വേറെ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലവ് കൂടും, എക്സ്പെൻസ് കൂടും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് അമേരിക്കയിലേക്ക് വേറെ വഴിയിൽ എത്തുന്നുണ്ട് ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വരാതിരിക്കുമ്പോൾ അവിടെ കുറഞ്ഞ വിലയ്ക്ക് ബംഗ്ലാദേശിൻ്റെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇന്ത്യയുടെ വില അതിനെക്കാട്ടിയും കൂടുതലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. ഇനി മറ്റൊന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ അരി, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില. അതായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന അരി ഏതാണെന്നറിയോ? ബിരിയാണി അരിയാണ്, അല്ലെങ്കിൽ ബസ്മതി റൈസാണ്. നമ്മൾ $2 ബില്യൺ ബസ്മതി റൈസാണ് നമ്മൾ ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ അരിയും പാകിസ്ഥാനിൽ നിന്നും അവിടെ അരി വരുന്നത്. ബസ്മതി റൈസ് അമേരിക്കയിൽ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഇന്ത്യയാണ് നമ്പർ 1. അതിന് ഇന്ത്യ കയറ്റി അയക്കുന്ന ബസ്മതി റൈസിന് 60% താരിഫുണ്ട്. പാകിസ്ഥാന് താരിഫില്ല. അപ്പോൾ സ്വാഭാവികമായും ആർക്കാണ് ഗുണം? പാകിസ്ഥാനാണ്. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ റഷ്യൻ എണ്ണയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞിട്ട് അത് എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ശരിക്കും ഇന്ത്യയെ അടിക്കുന്നത് ഈ കാർഷിക മേഖല, പിന്നെ ഈ വസ്ത്രമേഖല, ഈ 2 മേഖലയിലും ഇന്ത്യയിലെ മേൽക്കൈ അമേരിക്കയിലുള്ള തകർക്കുക. എന്നിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും വലിയ ലാഭം ഉണ്ടാക്കുക. അതായത് ഈ 2 സെക്ടറുകളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് കൂടുമ്പോൾ ബസ്മതി റൈസ് പാകിസ്ഥാനികളിൽ പോലും പാകിസ്ഥാനിൽ നിന്നുള്ള ബസ്മതി റൈസ് അമേരിക്കയിൽ ലഭ്യമാണെങ്കിലും ഇന്ത്യൻ ബസ്മതി റൈസേ മേടിക്കുള്ളൂ. കാരണം ക്വാളിറ്റി കൂടുതൽ നമ്മുടേതാണ്. പക്ഷേ 60% വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ബംഗ്ലാദേശിന് ഒരു വർഷം 50,000 കോടിയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിയും ഈ താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയാൽ. പാകിസ്ഥാനും അരിക്കച്ചവടത്തിൽ 50,000 കോടി ഡോളറിൻ്റെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താരിഫ്? അമേരിക്കയുടെ ദാസ്യവൃത്തി ചെയ്യുന്ന പാകിസ്ഥാനും അമേരിക്ക കൊണ്ടുവന്നൊരു പാവ ഗവൺമെൻറ്റിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടി ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് ആവശ്യമുള്ള ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണുകൾ അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ മോട്ടറോളയും അല്ലെങ്കിൽ ആപ്പിൾ കമ്പനി, ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഏറ്റവും കൂടുതൽ വിയറ്റ്നാമിലൊക്കെ ഉണ്ടായിരുന്നേക്കാളും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പോൾ ആപ്പിൾ ഐഫോൺ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതിന് താരിഫ് 0 അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ഗുണനിലവാരമുള്ള ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസിനും 0 അപ്പോൾ താരിഫിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ട്. ആ ഏറ്റക്കുറച്ചിലിൻ്റെ ലക്ഷ്യം അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും സഹായിക്കാനാണ്. ഇവിടെയാണ് വളരെ പ്രസക്തമായ ഒരു നിലപാട് കിറ്റെക്സ് സാബു എടുത്തിരിക്കുന്നത്. കിറ്റെക്സ് സാബു ലോകത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ വസ്ത്രം ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയാണ് കിറ്റെക്സ്. കിറ്റെക്സ് ഉണ്ടാക്കുന്ന ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡ് അമേരിക്കയിൽ ഏറ്റവും പോപ്പുലറായ ബ്രാൻഡാണ്. ഞാൻ മുമ്പൊരിക്കൽ സാബു ജക്കുമായി സംസാരിക്കുമ്പോൾ സാബു ജക്കു എന്നോട് പറഞ്ഞു, നമ്മൾ ഇന്ത്യനെ അപേക്ഷിച്ച് വലിയ ക്വാളിറ്റി ചെക്കിന് ശേഷമാണ് ഈ ഓരോ വസ്ത്രവും അമേരിക്ക വാങ്ങുന്നത്. അതിൻ്റെ ഡൈ ഉണ്ടല്ലോ, കളറുകൾ, ഈ കളറുകൾ ഉൾപ്പെടെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നിട്ട് അത് ധരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, നവജാത ശിശുക്കൾ മുതലുള്ള ആളുകൾക്കാണ്, അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മുടെ കെമിക്കൽസ്, നമ്മുടെ ഡൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന നൂലുകൾ, ഇവയുടെയൊക്കെ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടാണ് അവർ ഈ വസ്തുക്കൾ വാങ്ങിയുള്ളൂ. പണ്ട് ഓർക്കുന്നില്ലേ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി വയ്ക്കുന്ന ചെമ്മീൻ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് എഴുതിയിട്ട് തിരിച്ചയച്ചു. അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം പോലും അതിൻ്റെ ഈ പറഞ്ഞ പോലെ കളറ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി ബെസ്റ്റാണ്, നമ്പർ 1 ആണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അമേരിക്ക വിൽക്കാൻ സമ്മതിക്കൂ. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സാബു ജക്കബിൻ്റെ കിറ്റെക്സ് എത്രയോ വർഷങ്ങളായി ഈ എല്ലാ പ്രിസ്ക്രൈബ്ഡ് മാനദണ്ഡങ്ങളും പാലിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച കുട്ടികളുടെ വസ്ത്രനിർമ്മാണ ബ്രാൻഡായി മാറി. ലോകത്തിലെ 2ാമത്തെ വലിയ കമ്പനിയാണ്. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സാധനമാണ് ലിറ്റിൽ സ്റ്റാർ. അപ്പോൾ സ്വാഭാവികമായും ഈ ട്രംപിൻ്റെ താരിഫ് വന്നു കഴിയുമ്പോൾ ലിറ്റിൽ സ്റ്റാറിന് എന്ത് പറ്റും? മിനിമം 60% വില കൂടും. അമേരിക്കൻ മാർക്കറ്റിൽ ഒരു പക്ഷേ ഇന്ത്യൻ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഴ്ചയ്ക്ക്, ഒരു തിരിച്ചിറക്കത്തിന് കാരണമായേക്കാം. സ്വാഭാവികം. പക്ഷേ ക്വാളിറ്റി വേണം,
നമുക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സാധനം, നല്ല കളറുള്ള, നല്ല ഡൈ ഉപയോഗിക്കുന്ന, നല്ല മെറ്റീരിയൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളാണ് വേണ്ടതെന്ന് കരുതുന്ന ആളുകൾ ഇത്ര വില കൂടിയാലും അത് തന്നെ മേടിക്കും. അമേരിക്കക്കാർക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ആളുകളാണ്. ക്വാളിറ്റി ഇല്ല, അവർ കോംപ്രമൈസ് ചെയ്തില്ലാത്തതുകൊണ്ട് വലിയ തോതിലൊന്നും ലിറ്റിൽ സ്റ്റാറിൻ്റെ വിൽപ്പനയെ ബാധിക്കില്ല. എന്നാൽ പോലും കോമ്പറ്റീഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇത് കണക്കിലെടുത്ത് സാബു ജേക്കബ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലിറ്റിൽ സ്റ്റാർ ഇനി ഇന്ത്യയിലും ലഭ്യമാവും. അപ്പോൾ അമേരിക്ക വന്നങ്ങ് തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ തോക്കാനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞ് 1000 കോടിയുടെ വിപണിയാണ് ലിറ്റിൽ സ്റ്റാർ ഇനി പിടിക്കാൻ പോകുന്നത്. ഇതുവരെ നമുക്ക് ഒരിടത്തും കിറ്റക്സിൻ്റെ ലിറ്റിൽ സ്റ്റാറിൻ്റെ വസ്ത്രങ്ങൾ ഇന്ത്യയിലെ എത്ര വലിയ പണക്കാരനും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ഒരു ഷോറൂമിലും കിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് കിട്ടാൻ പോവുക. അപ്പോൾ താരിഫ് എന്ന് പറയുന്ന ഭീഷണി മറികടക്കാൻ നമ്മൾ 148 കോടി ജനങ്ങളുള്ള രാജ്യമാണ് അല്ലേ? അതെ. നമ്മുടെ സ്വന്തം മാർക്കറ്റിനെ തന്നെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്താൽ, നമ്മളിപ്പോൾ തന്നെയും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വിലക്കുറവും മാത്രം നോക്കിയിട്ടല്ല ആളുകൾ മേടിക്കുക. അല്ല, വില കുറവുള്ള ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഇപ്പോഴും 200 രൂപയ്ക്കും 250 രൂപയ്ക്കും കിട്ടുന്ന വെളിച്ചെണ്ണകളുണ്ട്. അതെ. പക്ഷേ കടയിൽ പോയാൽ കേര പോലെയുള്ള റെപ്യൂട്ടഡ് ആയ ബ്രാൻഡുകൾ ഇരുന്നാൽ അതിന് 529 രൂപയൊക്കെ ആയാലും ഒരു 1/2 കിലോ ആയാലും മേടിക്കാതെ, 1/2 കിലോ നമ്മൾ 1 കിലോ മേടിക്കണ്ട, 1/2 കിലോ മേടിക്കുക, അല്ലെങ്കിൽ 1/2 കിലോ മേടിക്കാന്ന് വെച്ചിട്ട് എന്നാ വയ്ക്കുള്ളൂ. അതല്ലാതെ ഇതിന് ലിറ്ററിന് 529, ലിറ്ററിന് 250 രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കില്ല. കാരണം നമുക്കറിയാം, മലയാളിക്ക് ഒരു അവബോധമുണ്ട്, ഈ മാർക്കറ്റിൽ 529 രൂപ സർക്കാർ ഉൽപ്പന്നത്തിന് വരുമ്പോൾ ഒരു സ്വകാര്യ കമ്പനി 250 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമുണ്ട്. അതിലെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ മലയാളി മോശക്കാരനല്ല. 529 രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങി 10 രൂപയുടെ പപ്പടം പറക്കുന്നവരാണ്. അപ്പം നമുക്ക് വിവേചന ബുദ്ധിയുണ്ട്, നമ്മൾ തിരിച്ചറിയും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് ഇതുവരെ വരാതിരുന്ന ലിറ്റിൽ സ്റ്റാർ വരുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലൊരു വ്യവസായി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റി പുതിയ സ്ട്രാറ്റജികൾ ഫോം ചെയ്യുകയാണ്. ഇത് ഇന്ത്യയിലെ അരി മേഖലയിൽ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ, അല്ലെങ്കിൽ താരിഫ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന എല്ലാ കമ്പനികളും ഇത്തരം പ്രായോഗിക മാർഗ്ഗങ്ങൾ എടുക്കും. നമ്മൾ നോക്കുക, കേരളത്തിൽ ഞാൻ ഈ കിഴക്കമ്പലത്തെ കിറ്റക്സിൽ പോയിട്ടുണ്ട്. ഏതാണ്ട് 15,000-ഓളം ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ മെസ്സ് കണ്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. ഒരേ സമയം വലിയ കൂറ്റൻ മെസ്സാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഒരേ സമയം 5,000-6,000 പേർക്കൊക്കെ ഒരുമിച്ച് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാന്തരം കിച്ചണും ഡൈനിങ് ഹാളും ഒക്കെയുള്ള അത്രയും പേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് അവർ ജോലി ചെയ്യിപ്പിക്കുന്നത്. അവരവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമായി സർക്കാരിന് കോടിക്കണക്കിന് രൂപ, 1-2 കോടിയൊന്നുമില്ല, 100 കണക്കിന് കോടി രൂപ സർക്കാരിന് ടാക്സ് കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കിറ്റക്സ്. അതിനെ പൊളിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത്, അറിയാലോ. പറഞ്ഞപ്പോൾ നിയമപ്രകാരം അവിടെ ആളുകൾക്ക് തുപ്പൽ കോളാമ്പി ഇല്ല എന്ന് വരെ പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. 10-11 റെയ്ഡുകൾ തുടർച്ചയായി കിറ്റക്സിനെതിരെ നടത്തി. അങ്ങനെയാണ് കിറ്റക്സ് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത്. ആന്ധ്രയും തെലങ്കാനയും ഒക്കെ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കമ്പനികളിലിട്ട് 5,000 കോടിയുടെയൊക്കെ ഫാക്ടറികൾ, ആയിരക്കണക്കിന് കോടിയുടെ ഫാക്ടറികൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഇട്ട് കിറ്റക്സിന് കേരളം വിട്ട് ഓടേണ്ടി വന്നു. അമേരിക്ക വിട്ട് ഓടേണ്ടി വരുന്ന സാഹചര്യമൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യയിലെ ഈ വസ്ത്ര വ്യാപാര രംഗത്തെ സാധ്യതകൾ ചൂഷണം ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ കിറ്റക്സ് തയ്യാറായി വരുന്നു. കിറ്റക്സ് പറഞ്ഞൊരു കണക്കുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ഞെട്ടുന്നത്. ഇന്ത്യയിൽ ഈ ശിശു വസ്ത്ര വിപണി എത്ര രൂപയുടെ മാർക്കറ്റാണെന്നറിയാമോ? 2030 ആവുമ്പോൾ അതിൻ്റെ ഒരു വോള്യം എത്രയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? പറ്റില്ല സിനുവിന്. അത് കിറ്റക്സ് പറയുന്നു, 2030 ആവുമ്പോൾ ശിശുക്കളുടെ വസ്ത്ര വിപണി 1.46 1.46 ലക്ഷം കോടിയുടേതായി മാറും. 1 ലക്ഷം കോടി. അത്ര വലിയ മാർക്കറ്റാണ്. 1.46 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ശിശു വസ്ത്ര വിപണിയിൽ ഇന്ത്യയിൽ 2030, ഇന്നിപ്പോൾ 2020, 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത്രത്തോളം മാറും. അതിന് പറയുന്ന കാരണം അമേരിക്കയിലെ ജനന നിരക്കിൻ്റെ 6 ഇരട്ടിയാണ് ഇന്ത്യയിലെ ജനന നിരക്ക്. അതായത് അമേരിക്കയിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇന്ത്യയിൽ 6 കുഞ്ഞുങ്ങൾ ജനിക്കും. അതായത് 24 ദശലക്ഷം കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാട്ടിൽ ജനിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ വിപണിയാണ്. ആ വിപണിയെ ഈ ക്വാളിറ്റി പ്രൊഡക്ട്സ്, നമ്മളെല്ലാവരും കുട്ടികളുടെ ഒരുപാട് വസ്ത്രശാലകളുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ അതിൻ്റെ യാൺ, അതിൻ്റെ ഡൈ, ഇതൊക്കെ ഈ ഒരു തരത്തിലും ഹാംഫുൾ അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്നുമല്ല. വെറുതെ സാധനം മേടിക്കുന്നു. ഇപ്പം ഈ 200 രൂപയ്ക്ക് കിട്ടുന്ന
കുട്ടികളുടെ വസ്ത്രമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള പരിശോധനകളൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കിറ്റക്സ് ഒക്കെ ഉണ്ടാകുന്നത് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി അമേരിക്കൻ പ്രിസ്ക്രൈബ്ഡ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അനുസരിച്ച് ഉണ്ടാക്കുന്ന ബ്രാൻഡ് ആയതുകൊണ്ടാണ് ലിറ്റിൽ സ്റ്റാർ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡായി മാറിയത്. ആ ബ്രാൻഡ് അവിടെ താരിഫിൻ്റെ പിടിയിൽപ്പെട്ട് ചില സെറ്റ് ബാക്ക് ഉണ്ടാക്കുമോ എന്നുള്ള ആശ. താരിഫ് നടപ്പാക്കി തുടങ്ങിയിട്ടില്ല, 3 ആഴ്ച കഴിഞ്ഞേ നടപ്പാക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ താരിഫിൻ്റെ കാര്യത്തിൽ ട്രംപ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് ഹോസ്റ്റൈലായ നിലപാടെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇന്ത്യയിലെ അല്ല, കുട്ടികളുടെ വസ്ത്രനിർമ്മാണത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി കേരള കമ്പനി, ഇന്ത്യൻ കമ്പനി അതിനെ മറികടക്കാനുള്ള തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തുക. കാരണം ഇക്കാലം അത്രയും ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗപ്പെടുത്താതെ എത്ര വലിയ അവസരമാണ് കിറ്റക്സ് കളഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എക്കാലത്തും ഏറ്റവും വലിയ ചാലഞ്ചുകളെ നേരിട്ട് ഏറ്റവും നല്ല ഫലപ്രദമായ പ്രായോഗികമായ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കിറ്റക്സ്. അപ്പോൾ കിറ്റക്സ് ട്രംപിനോട് താരിഫ് ഇയാൾ എന്തെങ്കിലും ചെയ്യുക, ഞങ്ങളുടെ നാട്ടിൽ 148 കോടി ജനങ്ങളുള്ള ഒരു 1.46 ലക്ഷം കോടിയുടെ മാർക്കറ്റ് അൺടാപ്പഡായിട്ട് ഇവിടെ കിടക്കുകയാണ്, ഞങ്ങൾ അതിലേക്ക് ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ കിറ്റക്സിനും സാബു ജേക്കബിനും നമുക്കൊരു സല്യൂട്ട് കൊടുക്കണം. ട്രംപെ കണ്ടോളൂ, മലയാളി ഇന്ത്യക്കാരൻ നിൻ്റെ താരിഫ് യുദ്ധത്തോട് പൊരുതാൻ തയ്യാറായി വരികയാണ്. ഇത് വലിയ മാറ്റം ഉണ്ടാവും. ഇന്ത്യക്കാരൻ ഇതിനെ തോൽപ്പിക്കും. 10% ടോട്ടൽ നമ്മുടെ കയറ്റുമതി അമേരിക്കയ്ക്കുള്ളത്. അത് ഇന്ത്യയെ ഒരു 0.5% പോലും നമ്മുടെ GDP ബാധിക്കാൻ പോകുന്നില്ല. മാത്രമല്ല പുതിയ പുതിയ സാധ്യതകൾ ഇന്ത്യയുടെ മുന്നിലേക്ക് തുറന്നു വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.